ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു രസം തയ്യാറാക്കുകയാണെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഇതുപോലൊന്ന് തയ്യാറാക്കിയാൽ മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 10-12 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാതാണ് ഈ രസം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനെയുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് അരയാതെ ഇരിക്കരുത്. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ചതച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിന് വേണം ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ആവശ്യമായിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഞെരടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഇനി ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണേ. ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ തക്കാളി ഒന്ന് അരിഞ്ഞിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ആ കൊന്ത് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡിയാണ്. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടി ഇനി കറികളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇതുപോലൊരു രസം തയ്യാറാക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്